ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ MCQ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് ടു എക്സ് സ്ക്വയർ മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. കോസ് ഇൻവേഴ്സ് ടു എക്സ് സ്ക്വയർ മൈനസ് 1നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് സെക്ഷൻ നമ്മൾ ഡിഫറൻസിയേഷനകത്ത് നമുക്ക് പല ടൈപ്പിലുള്ള ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അതിലെ ഒരു ടൈപ്പാണ് നമ്മുടെ ഇൻവേഴ്സ് സെക്ഷൻ്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇൻവേഴ്സ് സെക്ഷൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് ചെയ്തു പോകരുത്. നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് നമുക്ക് ഇൻവേഴ്സ് ഫങ്ഷൻസിനെ ഷോർട്ടസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ മോഡലിൽ കൺവേർട്ട് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് 2x² y ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം y എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, കോസ് ഇൻവേഴ്സ് 2x² മൈനസ് 1നെ കോസ് ഇൻവേഴ്സ് 2x² മൈനസ് 1നെ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. ആ സിംപ്ലസ്റ്റ് ഫോമിലാക്കുന്നത് നമ്മൾ ഈ 2x² മൈനസ് 1ന് ഒരു അറിയാവുന്ന നമ്മുടെ ഐഡൻറ്റിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ അതാദ്യം നമുക്ക് നോക്കാം. 2x² മൈനസ് 1നെ അറിയാവുന്ന ഏത് ഐഡൻറ്റിറ്റി ഫോമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ 2x² മൈനസ് 1 എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഐഡൻറ്റിറ്റിയും പഠിക്കുന്നില്ല. പക്ഷേ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിക്കുന്നുണ്ട്. അതായത് 2 cos² തീറ്റ മൈനസ് 1 എന്നൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് cos 2 തീറ്റയുടെ ഐഡൻറ്റിറ്റിയാണ്. സോ ഇങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എക്സിന് നമ്മൾ കോസ് തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഡിഫറൻസിയേഷൻ കാണുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. സിംപ്ലസ്റ്റ് ഫോമിലാക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ മോഡലിൽ തന്നെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കുന്നതെന്ന് നോക്കാം. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2 cos² തീറ്റ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു 2 cos² തീറ്റ മൈനസ് 1 cos 2 തീറ്റ. അങ്ങനെ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി എക്സിന് കോസ് തീറ്റ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 cos² തീറ്റ മൈനസ് 1ന് പകരം നമുക്ക് cos 2 തീറ്റ എന്ന് കൊടുക്കാം. ഇനി കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്താണെന്നുള്ളത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് നമ്മൾ കണ്ടതാണ്. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ, ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എല്ലാം തീറ്റയായ. സോ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്ന് പറയുന്നതും തീറ്റയായ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റയാണ് വരുന്നത്. തീറ്റയുടെ സ്ഥാനത്ത് 2 തീറ്റയാണ്. സോ 2 തീറ്റ എന്ന് എഴുതാം. ഇനിയും തീറ്റയിൽ നല്ല നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. ഏത് സബ്സ്റ്റിറ്റ്യൂഷനാണ്? എക്സിന് നമ്മൾ കോസ് തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. സോ അവിടുന്ന് നമ്മൾ തിരിച്ച് തീറ്റാനെ റീപ്ലേസ് ചെയ്യണം, തിരിച്ചു മാറ്റണം. അതെങ്ങനെയാണ്? എക്സ് കോസ് തീറ്റ ആണെങ്കിൽ അത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് കണ്ടതാണ്. എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം. അതായത് കോസ് ഇൻവേഴ്സ് 2x² മൈനസ് 1ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ഇവിടെ വെച്ച് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഇത്തിരൂടെ ഷോർട്ടായി. സോ dy/dx ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. d/dx ഓഫ് 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഒരു കോൺസ്റ്റൻറ്റും ഒരു ഫംഗ്ഷനോടെ വന്നാൽ നമുക്ക് ആദ്യം കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 2 ആണ്. സോ 2നെ ഞാൻ പുറത്തെടുത്തു. 2 ഇൻറ്റു d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. നമ്മൾ ബേസിക് ഇക്വേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -1/√1 മൈനസ് എക്സ് സ്ക്വയർ. d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -1/√1 മൈനസ് എക്സ് സ്ക്വയർ. 2 ഇൻറ്റു -1/√1 മൈനസ് എക്സ് സ്ക്വയർ -2/√1 മൈനസ് എക്സ് സ്ക്വയർ വരും. സോ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 2 ഉണ്ട്, 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, -1/2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, -1/2 ഇൻറ്റു -1/, അല്ല -2/, കേട്ടോ. ഓപ്ഷൻ -2/, ആണ് വരുന്നത്. ഓക്കെ, -2/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്, -2/√1 മൈനസ് എക്സ് സ്ക്വയർ. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു e⁻³ + 7. ഫൈൻഡ് ദ വാല്യൂ ഓഫ് dy/dx അറ്റ് x ഈസ് ഈക്വൽ ടു 0. ഓക്കെ, dy/dx at x is equal to 0 എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ dy/dx കാണുക.
നമ്മുടെ y എന്ന് പറയുന്നത് e⁻3x+7 ആണ്. ആദ്യം നമുക്ക് dy/dx കാണാം. ഇത് നമ്മുടെ ബേസിക് ഇക്വേഷൻ. എങ്ങനെ dy/dx കാണാം എന്നുള്ളത് നോക്കാം. ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം d/dx ഓഫ് e⁻x എന്ന് പറയുന്നത് e⁻x തന്നെ. d/dx ഓഫ് e⁻x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് e⁻3x+7 e⁻3x+7 ചെയ്തിട്ട് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. d/dx ഓഫ് 3x+7 d/dx ഓഫ് 3 ഒന്നുകൂടെ ഡെറിവേറ്റീവ് കാണണം. d/dx ഓഫ് 3x+7 എന്ന് പറയുന്നത് അഡീഷൻ റൂൾ കൊടുക്കാം നമുക്കവിടെ. അഡീഷൻ റൂൾ d/dx ഓഫ് f(x) + g(x) എന്ന് പറയുന്നത് d/dx ഓഫ് f(x) + d/dx ഓഫ് g(x). സോ അഡീഷൻ റൂൾ കൊടുക്കുമ്പോൾ d/dx ഓഫ് 3x വരും. d/dx ഓഫ് 3x എന്ന് പറയുന്നത് 3 × d/dx ഓഫ് x ആണ്. 3 × 1 പ്ലസ് d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ് 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 × e⁻3x+7. ഇത് dy/dx മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് വേണ്ടത് at x is equal to 0 ആണ്. സോ at x is equal to 0യിൽ dy/dx എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ dy/dxനകത്ത് x ഉള്ളിടത്തെല്ലാം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൻസർ എന്തോ വരും? 3 × e⁻3 × 0 + 7. ബോട്ട്നോസ് ആണ്. ആദ്യം 3 × 0 കാണണം. 3 × 0 0 0 + 7 7 വരും. സോ 3 × e⁻7 വരും ആൻസർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 e⁻7 3 e⁻7 0. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 e⁻7 വരും. നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് f(x) is equal to x × tan inverse x, find f(1). f(1) എന്ന് f(1) അല്ല f'1. സോറി f(1) അല്ല f'1. f'1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ f'(x) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. f(x)ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് f'(x) എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ടത് f'1 ആണ്. നമുക്ക് ആദ്യം ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അതായത് f'(x) കാണാം. f'(x) കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് f'1 കാണാൻ പറ്റൂ. അപ്പോൾ f(x) is equal to x × tan inverse x. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. f'(x) കാണുന്നു. f'(x) എന്ന് പറഞ്ഞാൽ അപ്പം മീനിങ് d/dx ഓഫ് x × tan inverse x എന്ന്. d/dx ഓഫ് x × tan inverse x. x ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അതിനെ പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. x × tan inverse x. സോ ക്ലിയർലി നമുക്കിവിടെ എന്താ, ഒരു മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻ പ്ലസ് ഇട്ട് വന്നാൽ അഡീഷൻ റൂൾ പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ പ്രോഡക്റ്റ് റൂളാണ് കൊടുക്കുന്നത്. പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് is equal to x into d/dx of tan inverse x. ബേസിക് ഇക്വേഷൻ ആണ്. d/dx of cos inverse x ഉം d/dx of tan inverse x ഉം sin inverse x ൻ്റെ എല്ലാം ബേസിക് ഇക്വേഷൻ ഉണ്ട്. 1/1 + x². അപ്പോൾ x into d/dx of tan inverse x എന്ന് പറഞ്ഞാൽ 1/1 + x² പ്ലസ് tan inverse x into d/dx of x1. അപ്പോൾ ഇതാണ് നമ്മുടെ f'(x). നമുക്ക് വേണ്ടത് f'(1) ആണ്. സോ f'(1) എന്ന് പറയുന്നത് തന്നിരിക്കുന്ന f'(x)നകത്ത് x ഉള്ളിടത്തെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x ഇവിടെ ഒരു x ഉണ്ട്. സോ 1 × 1/ അത് 1 ആയതുകൊണ്ട് 1 × 1 + 1² പ്ലസ് tan inverse 1 which is equal to 1/2 plus tan inverse 1. tan x π/4 tan π/4 1 ആണ്. tan π/4 1 ആണെന്ന് നമ്മൾ 10th പഠിക്കുന്നതാണ്. tan π/4 1 ആണെങ്കിൽ tan 45 ആണ്. tan 45 1 ആണെങ്കിൽ tan inverse 1 എന്ന് പറയുന്നത് π/4 ആയിരിക്കും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ വരും. സോ π/4 വരും. സോ നമ്മുടെ ഓപ്ഷൻ നമുക്കിപ്പോൾ ആൻസർ കിട്ടിയേക്കുന്നത് 1/2 + π/4 ആണ്. ഓപ്ഷനകത്ത് 4 ഓപ്ഷൻ കൊടുത്തതിനകത്ത് ഓപ്ഷൻ ബി 1/2 + π/4. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. y is equal to ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ് അതും വരുന്നത്.
y is equal to tan inverse sin x plus cos x by cos x minus sin x, find dy by dx. ഇത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഇത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ വേണ്ടി ഇത് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഈ ആംഗിളിൽ കിടക്കുന്ന സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സിനെ ത്രൂ ഔട്ട് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയായി മാറുമെന്ന്. ടാൻ ഇൻവേഴ്സ് ആംഗിളിൽ കിടക്കുന്ന എല്ലാവരെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആവും. അത് ഞാൻ രണ്ടാമത് എഴുതുവാണ്. ടാൻ എക്സ് കോസ് എക്സ് ബൈ കോസ് എക്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. സോ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇത് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക. 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. തിരിച്ച് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് വരുവാണെങ്കിൽ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് വരുവാണെങ്കിൽ ടാൻ പൈ ബൈ 4 മൈനസ് എക്സും വരും. അത് ഐഡൻറ്റിറ്റി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് എന്നപ്പോൾ ഇവിടെ വരും. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയാണ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് പൈ ബൈ 4 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് വരും ആൻസർ. അപ്പോൾ നമ്മൾ ഇതിനെ ഷോർട്ടസ്റ്റ് ഫോമിലാക്കി y ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് y ഈസ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ്. ഇനി ഡെറിവേറ്റീവ് എടുക്കാം നമുക്ക്. dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു അഡീഷൻ റൂളാണ് ഇവിടെ കൊടുക്കുന്നത്. പൈ ബൈ 4 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അഡീഷൻ റൂൾ കൊടുക്കാം. പൈ ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഏതിലായിക്കോട്ടെ. അടുത്തത് രണ്ടാമത്തെ ടേം എക്സ് ആണ്. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവും കാണുമ്പോൾ 1 വരും. സോ 0 പ്ലസ് 1 ആൻസർ 1. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1/2 ഉണ്ട്, പൈ ബൈ 4 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1 വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. y is equal to cot inverse 1 plus cos x by sin x. Find dy by dx. Options 1/2, 1, 0, x by 2. ഇവിടെയും നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്തും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണ്. ഇവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്കിതറിയാവുന്ന ഐഡൻറ്റിറ്റിയിലാണ് ഇത് കിടക്കുന്നത്. അതായത് 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ കോസ് 2 തീറ്റ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എനിക്കൊന്ന് ആദ്യം നമ്മൾ ബേസിക് ഇക്വേഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് +1 നമ്മൾ കോസ് 2 തീറ്റയുടെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. കോസ് 2 തീറ്റയ്ക്ക് 4 ഐഡൻറ്റിറ്റിയാണ്. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അങ്ങനെ 4 ഐഡൻറ്റിറ്റി നമ്മൾ കോസ് 2 തീറ്റയ്ക്കകത്ത് പഠിക്കുന്നുണ്ട്. ഇതിൽ നിന്നുമാണ് നമ്മൾ വേറെ കുറച്ച് ഐഡൻറ്റിറ്റീസ് കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതിലെ ഒന്ന് ഞാൻ പറയുന്നത്, ഞാൻ അത് ഈ -1നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് എഴുതുന്നു. 1 പ്ലസ് കോസ് 2 തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോസ് 2 തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഇതും നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഇനി അതല്ല, കോസ് 2 തീറ്റ മാറ്റി നമുക്ക് ഹാഫ് ആംഗിൾ ആക്കാൻ പറ്റും. 1 പ്ലസ് കോസ് തീറ്റ, അതായത് ഈ 2 തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ വന്നാൽ ഇവിടെ റൈറ്റ് സൈഡിലെ ആൻസറിൻ്റെ സ്ഥാനത്ത് തീറ്റ ബൈ 2 എന്ന് വരും. അതിനെ ഹാഫ് ആംഗിൾ ഫോർമുല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോസ് 2 തീറ്റ ആണെങ്കിൽ നമ്മൾ 2 കോസ് സ്ക്വയർ തീറ്റ -1 കൊടുക്കാം. ഇനി 1 പ്ലസ് കോസ് 2 തീറ്റ ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിന് 2 കോസ് സ്ക്വയർ തീറ്റ. എല്ലാത്തിൻ്റെയും ബേസിക് ഇക്വേഷൻ ഇതാ. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ബാക്കി ഇക്വേഷൻസ് എല്ലാം സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്.
ഓക്കെ. സോ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം അപ്പോൾ നമ്മൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 1 പ്ലസ് കോസ് തീറ്റയാണ്, അതിന് പകരം നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 കൊടുക്കാം. ഇനി ഡിനോമിനേറ്ററിലെ സൈൻ എക്സിന് പകരവും ഇതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം സൈൻ എക്സ് അല്ല സൈൻ 2x എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മൾ +1 നമുക്കുണ്ട് ട്രിഗ്നോമെട്രിക്കകത്ത്. അല്ലെങ്കിൽ സൈൻ 2 തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അതും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് 2 തീറ്റ മാറി നമുക്ക് ഹാഫ് ആംഗിളായ തീറ്റ എഴുതണമെങ്കിൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിതിലെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഈ രണ്ട് ഐഡൻറ്റിറ്റീസ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മൾ ഐഡൻറ്റിറ്റീസ് ഡയറക്റ്റ് കൊടുക്കുവാണ്. സോ y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് കോസ് എക്സിന് പകരം നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ബൈ തീറ്റ ബൈ 2 അല്ല എക്സ് ബൈ 2, കാരണം എക്സിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ പിന്നെ വന്നേക്കുന്നത്. സോ എക്സ് ബൈ 2 എന്ന് തന്നെ നമുക്ക് എഴുതാം. 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ബൈ സൈൻ എക്സിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് വാല്യൂ കൊടുക്കുന്നു. രണ്ടിടത്തും ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. 2ഉം 2ഉം കട്ടാവും, ഒരു കോസും കട്ടാവും, വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ്. ഇനിയും ബാക്കി കിടക്കുന്നത് ന്യൂമറേറ്ററിൽ ഒരു കോസ് എക്സ് ബൈ 2ഉം ഡിനോമിനേറ്ററിൽ ഒരു സൈൻ എക്സ് ബൈ 2 ആണ്. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ ആയ, അപ്പോൾ കോസ് എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 നമുക്ക് കോട്ട് എക്സ് ബൈ 2 എന്ന് എഴുതാം. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ. ഓക്കെ. കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് ബൈ 2 എക്സ് ബൈ 2 വരും. അപ്പോൾ നമുക്ക് y കിട്ടി എക്സ് ബൈ 2. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുത്താൽ മതി. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 2. എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇതിനകത്തെ കോൺസ്റ്റൻറ്റ് നമുക്ക് 1/2. സോ 1/2 പുറത്തെടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1. സോ 1/2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1/2. ഇത് ഫംഗ്ഷൻ ഇൻറ്റു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഫംഗ്ഷൻ ആണ് എക്സ് ബൈ 2 എന്ന് പറയുന്നത്. അവിടുത്തെ കോൺസ്റ്റൻറ്റ് 1/2ഉം ഫംഗ്ഷൻ എക്സുമാണ്. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കണം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 1/2 ആണ്. 1/2 പുറത്തെടുത്തിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് 1/2 ആണ്. ഓപ്ഷൻ എ വരും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to sin inverse 1 minus x square by 1 plus x square. Find dy by dx. ഓക്കെ. ഇതും നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ്. അല്ലാതെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പോയാൽ നമുക്ക് സ്റ്റെപ്പ് ഒരുപാട് വരും. സൈൻ ഇൻവേഴ്സിൻ്റെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ പറഞ്ഞ ആൻസറിലൊന്നും നമുക്ക് എത്തത്തില്ല. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചതാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. കോസ് 2 തീറ്റയ്ക്ക് 4 ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റ വരും. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ടാൻ തീറ്റ വന്നിരുന്നെങ്കിൽ നമുക്ക് കോസ് 2 തീറ്റ എന്നിതിനെ മാറ്റി എഴുതാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സിന് ഒരു പുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങ് കൊടുക്കുന്നു. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടാൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനിവിടെ കൊടുക്കുന്നു. കാരണം ആ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ വന്നാൽ നമുക്കതിനെ ഷോർട്ടസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കോസ് 2 തീറ്റ. ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് സൈൻ ഇൻവേഴ്സ് കോസ് തീറ്റയാണ് വന്നേക്കുന്നത്. നമുക്ക് ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ആയിരിക്കണം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ആയിരിക്കണം. സൈൻ ഇൻവേഴ്സ് കോസ് തീറ്റയ്ക്ക് നമുക്കൊരു ആൻസർ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കോസ് തീറ്റയ്ക്ക് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. അതായത് കോസിനെ നമുക്ക് സൈനിലോട്ട് മാറ്റാൻ പറ്റും. റിഡക്ഷൻ ഫോർമുല അനുസരിച്ച് കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റയ. അപ്പോൾ കോസ് 2 തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് 2 തീറ്റ എന്ന് കൊടുക്കാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ മോഡലായി. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ π/2 തീറ്റ അല്ലെങ്കിൽ π/2 മൈനസ് 2 തീറ്റ.
നമ്മൾ എക്സിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത് ടാൻ തീറ്റ എന്ന്. അപ്പോൾ എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ആ തീറ്റയെ നമ്മൾ ഈ ടു തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടു തീറ്റയുടെ അവിടെ. അപ്പോൾ π/2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും വൈ. സോ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് π/2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. സോ dy/dx ഈസ് ഈക്വൽ ടു d/dx of π/2 മൈനസ് d/dx of 2 ടാൻ ഇൻവേഴ്സ് എക്സ്. സബ്ട്രാക്ഷൻ റൂൾ ആണ്. d/dx of π/2 0 കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് 2 ഇൻറ്റു d/dx of ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. എന്താണ്? y ഈസ് ഈക്വൽ ടു, ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ല, നോർമൽ ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. y ഈസ് ഈക്വൽ ടു ലോഗ് സീക്കെക്സ് പ്ലസ് ടാൻ എക്സ്. dy/dx എടുക്കുന്നു. ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻസ് ഇൻവേഴ്സിലാണെങ്കിൽ മാത്രം ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഇത് d/dx ഓഫ് ലോഗ് സീക്കെക്സ് പ്ലസ് ടാൻ എക്സ്. ലോഗ് എക്സ് മോഡൽ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ 1/sec x പ്ലസ് ടാൻ എക്സ് ഇൻറ്റു d/dx ഓഫ് sec x പ്ലസ് ടാൻ എക്സ് വരും. വീണ്ടും നമുക്ക് ഒരു ഡെറിവേറ്റീവ് കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് അഡീഷൻ റൂൾ കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/sec x പ്ലസ് ടാൻ എക്സ് ഇൻറ്റു d/dx ഓഫ് sec x പ്ലസ് ടാൻ എക്സിനകത്ത് അഡീഷൻ റൂൾ കൊടുക്കുന്നു. d/dx ഓഫ് sec x. d/dx ഓഫ് sec x, sec xൻ്റെ ഡെറിവേറ്റീവും ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവും ബേസിക് ഇക്വേഷനാണ്. d/dx ഓഫ് sec x എന്ന് പറയുന്നത് sec x ടാൻ എക്സും d/dx ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സും. ഇത് രണ്ടും ബേസിക് ഇക്വേഷനാണ്. sec xൻ്റെ ഡെറിവേറ്റീവ് sec x ടാൻ എക്സും ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ എക്സും. ഇതിനകത്ത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആവും sec x. ന്യൂമറേറ്ററായ sec x പ്ലസ് ടാൻ എക്സ് പ്ലസ് sec സ്ക്വയർ എക്സിൽ നിന്ന് sec x കോമൺ എടുക്കുക. സോ ടാൻ എക്സ് പ്ലസ് sec x എന്ന് വരും ബാലൻസ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററും sec x പ്ലസ് ടാൻ എക്സ്. ഇവിടെ നമുക്ക് sec x പ്ലസ് ടാൻ എക്സും sec x പ്ലസ് ടാൻ എക്സും ക്യാൻസൽ ചെയ്യാം. സോ ബാലൻസ് വരുന്ന ആൻസർ sec x ബാലൻസ് കിട്ടും. ഓക്കെ, സോ 4 ഓപ്ഷനിൽ sec x ഏതാ? ഓപ്ഷൻ സിയിലാണ് sec x വന്നേക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ക്യൂബ് പ്ലസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഒന്നുമല്ല, ഇതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എക്സും വൈയും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത് എക്സ് ക്യൂബ് പ്ലസ് 8xy പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 64 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടേക്കിംഗ് d/dx ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്തു പോവുക, ഒരേപോലെ എടുത്തു പോവുക. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് സൈഡിലും ടേക്കിംഗ് d/dx ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ 3 ടേംസ് ഉണ്ട്. 3 ടേമിലും നമ്മൾ d/dx കൊടുക്കും. അഡീഷൻ റൂൾ കൊടുക്കാം. 3 ടേംസ് വരും പ്ലസ് d/dx ഓഫ് വൈ ക്യൂബ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരൊറ്റ ടേമേ ഉള്ളൂ d/dx ഓഫ് 64. d/dx ഓഫ് എക്സ് ക്യൂബ് 3x സ്ക്വയർ x റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n-1. d/dx ഓഫ് 8xy. d/dx ഓഫ് 8xyയിൽ 8 കോൺസ്റ്റൻറ്റും എക്സും വൈയും ഫങ്ഷൻസാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു വൈയിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 8 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് എക്സിലും വൈയിലും നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം.
പക്ഷെ ഞാൻ 8നെ പുറത്തെടുക്കാതെ തന്നെ പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യണം. ഞാൻ പുറത്തെടുക്കാതെ 8x-നെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും y-നെ ഞാനങ്ങ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നും എടുത്തു. അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. d/dx ഓഫ് 8x ഇൻറ്റു വൈയിൽ 8x ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പം നമ്മൾ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പം ഫസ്റ്റ് ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ്. അടുത്തത് y³ ഡെറിവേറ്റീവാണ്. y³ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. നമുക്കറിയാം ബേസിക് ഇക്വേഷൻ d/dx ഓഫ് x³ എന്ന് പറയുന്നത് 3x². ഈ എക്സിൻ്റെ സ്ഥാനത്ത് y വരുവാണെങ്കിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനകത്ത് പഠിക്കുന്നുണ്ട്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനകത്ത് എല്ലാം y-യിൽ ഉൾപ്പെടുന്നതായിരിക്കും നമുക്ക് ഇക്വേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ, അതായത് ഈ ബേസിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഇക്വേഷനകത്ത് എക്സിന് പകരം y വന്നാൽ y³ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ 3y² എഴുതുക ഇൻറ്റു ഒരു dy/dx കൂടെ എല്ലാ ടേമിനകത്തും എക്സ്ട്രാ വരും, y-നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് y³ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? 3y² ഇൻറ്റു dy/dx. 64 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. സോ നമുക്ക് dy/dx ആണ് കാണേണ്ടത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനകത്ത് dy/dx കാണാൻ പറയുമ്പോൾ നമുക്ക് dy/dx വരുന്ന ടേംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അതിൽ നിന്ന് dy/dx കോമൺ എടുക്കാം. ഞാൻ കോമൺ എടുക്കുന്നു. അപ്പോൾ 8x ഞാൻ ആ ഗ്രീൻ മഷി കൊണ്ട് സർക്കിൾ ചെയ്തേക്കുന്ന ആ 2 ടേമാണ് dy/dxൻ്റെ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ റൈറ്റിലോട്ട് പോകണം. അപ്പം -3x² വരും. ഇനി നമുക്കിവിടെ ഒരു ഡെറിവേറ്റീവ് എടുക്കാനുണ്ടായിരുന്നു അല്ലേ? d/dx ഓഫ് 8x-ൻ്റെ ഡെറിവേറ്റീവ് കാണണം. അത് സിമ്പിളാണ്. കോൺസ്റ്റൻ്റ് ആണ് 8, എക്സ് ഫംഗ്ഷനും. d/dx ഓഫ് 8x 8നെ പുറത്തെടുത്തിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എന്ത് വരും? +8 എന്ന് വരും. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ആവും. ആ 2 ടേമിൽ നിന്ന് ഞാൻ ഈ മൈനസ് കോമൺ എടുത്തേക്കുന്നതാണ്. സോ മൈനസ് ഓഫ്, അപ്പോൾ ഇവിടെ പ്ലസ് ആവും, 3x² + 8 എന്നാവും. 8y എന്നാവും. വൈയോടുണ്ട് ഈ y റൈറ്റിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ബൈ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ 8y വരും, -3x² + 8y വരും റൈറ്റിൽ പോകുമ്പോൾ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ dy/dx എഴുതുന്നു. സോ dy/dx ഈസ് ഈക്വൽ ടു 8x + 3y² കൂടെ റൈറ്റിലോട്ട് പോയാൽ മതി. dy/dx ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3x² + 8y ഡിവൈഡഡ് ബൈ 8x + 3y². ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. മൈനസ് കോമൺ ആയിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്, 3x² + 8y ബൈ 8x + 3y². ഓപ്ഷൻ സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. y is equal to x into sin y. Find dy/dx. ഫൈൻഡ് dy/dx അല്ല, dx/dy ആണ് കാണേണ്ടത്. ഫൈൻഡ് dx/dy ആണ് കാണേണ്ടത്. dx/dy നമ്മൾ ആദ്യം dy/dx അങ്ങ് കണ്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് dx/dy ആവും. ഓക്കെ, സോ ഞാൻ ആദ്യം dy/dx കാണുന്നു. d/dx ഓഫ് എക്സ് സൈൻ y. അപ്പോൾ ഇവിടെയും 2 ഫംഗ്ഷൻ ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സിന് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും സൈൻ വൈയെ സെക്കൻഡ് ഫംഗ്ഷൻ എന്നും കൊടുക്കുക. സോ ഫസ്റ്റ് ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ്. തിരുമ്പോൾ വൈയുടെ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ പഠിച്ചേക്കുന്നത് d/dx ഓഫ് സൈൻ എക്സ് പഠിച്ചിട്ടുണ്ട്, കോസ് എക്സ് ആണ്. അങ്ങനെ സൈൻ എക്സിന് പകരം നിങ്ങൾക്ക് y വരുവാണെങ്കിൽ നമ്മൾ ബേസിക് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇൻറ്റു dy/dx കൂടെ കൊടുക്കണം. അപ്പം സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് y ഇൻറ്റു dy/dx വരും. ഓക്കെ, സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് y ഇൻറ്റു dy/dx. dy/dx ഇസ് ഈക്വൽ ടു, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു dy/dx ഉണ്ട്, പ്ലസ് സൈൻ വൈ ഇൻറ്റു d/dx ഓഫ് എക്സ് 1. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് dy/dx ആണ്. ഇപ്പം നമുക്ക് കിട്ടിയത് റൈറ്റ് സൈഡ് എക്സ് ഇൻറ്റു dy/dx പ്ലസ് സൈൻ വൈ എന്ന് വരും. അതിനകത്ത്
ഡി വൈ ബൈ ഡി എക്സ്, ഇവിടെയും ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഓക്കെ, അത് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റിലൊരു ഡി വൈ ബൈ ഡി എക്സ് കിടപ്പുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞാണ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ. ആ രണ്ട് ടേമിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുന്നു. സോ നമുക്ക് വരുന്നത് 1 മൈനസ് എക്സ് കോസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ വൈ. ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു സൈൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് കോസ് വൈ. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് വേണ്ടത് ഡി എക്സ് ബൈ ഡി വൈ ആണ്. സോ ഡി എക്സ് ബൈ ഡി വൈ കിട്ടാൻ റെസിപ്രോക്കൽ അങ്ങ് എടുത്താൽ മതി. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് കോസ് വൈയുടെ റെസിപ്രോക്കലാണ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ വൈ. ഓക്കെ, ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1 മൈനസ് എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ വൈ. So next question number 10. Y is equal to cot inverse 1 plus root of 1 minus x square by x. Find dy by dx. ഇതും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓക്കെ, 1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ടാക്കാൻ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്? നമ്മൾ 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ്. 1 മൈനസ് എക്സ് സ്ക്വയർ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, ഇത് രണ്ടും വന്നാൽ നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം, 1 മൈനസ് കോസ് സ്ക്വയർ ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ y ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് എക്സിന് സൈൻ തീറ്റ കൊടുക്കുമ്പം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാവും, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നാകും ബൈ എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് കോസ് തീറ്റ ബൈ എക്സ്. അല്ല, എക്സിന് പകരം മാറ്റണം അല്ലേ. എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനകത്ത് ഈ പ്രോബ്ലം കണ്ടതാണ്. 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വന്നാൽ 1 പ്ലസ് കോസ് തീറ്റയ്ക്കും ഐഡൻറ്റിറ്റി ഉണ്ട്, സൈൻ തീറ്റയ്ക്കും ഐഡൻറ്റിറ്റി ഉണ്ട്. 1 പ്ലസ് കോസ് തീറ്റയുടെ ഐഡൻറ്റിറ്റി 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2ഉം സൈൻ തീറ്റയുടെ ഐഡൻറ്റിറ്റി 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ രണ്ട് ഐഡൻറ്റിറ്റി നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇക്വേഷനായിട്ട്. അന്നേരം നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ടാവും. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ബൈ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 2ഉം 2ഉം ക്യാൻസലാവും, ഒരു കോസും ക്യാൻസലാവും. ബാക്കി വരുന്നത് കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 2. നമ്മൾ എക്സിന് പുട്ട് കൊടുത്തിരുന്നത് നമ്മൾ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് എക്സ് തീറ്റ ബൈ 2 എന്ന് നമുക്ക് ആൻസർ വന്നത്. അപ്പോൾ തീറ്റയ്ക്ക് പകരം തിരിച്ച് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ, എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് y ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 2 അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2. അതിനുശേഷം നമുക്ക് dy ബൈ ഡി എക്സ് എടുക്കാം. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റൻറ്റ് 1/2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1/2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്.
ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ് വരുന്നത്. നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത പറഞ്ഞു, ഡയറക്റ്റായിട്ട് ടേക്കിംഗ് ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ടാണ് ഡി ബൈ ഡി എക്സ്. സോ ഫസ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്. ഇനി വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ആൻഡ് 100 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള രണ്ട് ടേംസിനെ ഗ്രൂപ്പ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y എന്ന് വരും. ബാക്കി രണ്ട് ടേംസിനെ ഞാൻ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ ചേഞ്ച് ആവും, മൈനസ് 2x ആവും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഡി ബൈ ഡി എക്സ് കൂടെ കാണാനുണ്ട് നമുക്ക്. സോ അത് അതിൻ്റെ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 സോ വൈ ഇൻറ്റു 1 വരും അവിടെ. ഞാൻ രണ്ടിടത്തുനിന്നും ഒരു മൈനസ് കോമൺ എടുത്തേക്കുക. സോ മൈനസ് ഓഫ് 2x പ്ലസ് 1 അല്ല വൈ വരും. 1 ഇൻറ്റു വൈ ഉണ്ട്. 1 ഇൻറ്റു വൈ അത്രയും വരും. റൈറ്റ് സൈഡിൽ മൈനസ് ഉണ്ട്, മൈനസ് കോമൺ എടുത്തേക്കുന്നതാണ്. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y എന്ന് വരും ആൻസർ. സോ 2x മൈനസ് ഓഫ് 2x പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 2y എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂറ്റിയുടെ ഒരു സെക്ഷനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് കെ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫൈൻ കെ. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 0യുടെ ആൻസറും ഈക്വൽ ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. ഇവിടെ അവർ പറയുന്നുണ്ട് ഈ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 0യുടെ ആൻസറും ഈക്വൽ ആണ്. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ആണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ കെ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ. ഇനി ഇത് നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ ഒരു ലിമിറ്റിൻ്റെ ഇക്വേഷനാണ്. നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ +1 പഠിക്കുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 0 നമ്മളിതൊരു ഇക്വേഷനായിട്ട് നമുക്ക് +1 അല്ലാതെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോവും. അങ്ങനെയല്ല, ഇതൊരു ഇക്വേഷനായിട്ട് തന്നെ ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് 0 സോ 0 ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. കെയുടെ ആൻസർ 0 ഓപ്ഷൻ എ. അതൊരു ഇക്വേഷനാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ y ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ റൂട്ട് എക്സ് ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. ഇത് ഡയറക്റ്റ് ആണ്. y ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ റൂട്ട് എക്സ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാം. ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് മോഡലാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പോൾ ലോഗ് ടാൻ റൂട്ട് എക്സിൻ്റെ 1 ബൈ ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ്. വീണ്ടും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം നമ്മൾ കൊടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആണ് കൊടുത്തത്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ്. അടുത്തതിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സിൻ്റെ റിസൾട്ട് കൊടുക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് 6 സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഇനിയും കൊടുക്കേണ്ടത്. ഇപ്പോൾ വരുന്നത് ഇസ് ഈക്വൽ ടു 1 ബൈ ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് 6 സ്ക്വയർ എക്സ്.
ഇൻറ്റു വീണ്ടും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഒന്നുകൂടെ കാണേണ്ടി വരും. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ബേസിക് ഇക്വേഷനകത്ത് പഠിക്കുന്നുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് കൂടെ വരും. അപ്പോൾ നമ്മുടെ ആൻസർ 6² റൂട്ട് എക്സ് ബൈ tan റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. ഇതിനകത്ത് ഓപ്ഷൻസ് ഇതെല്ലാം വരുന്നത് 6² റൂട്ട് എക്സ് ബൈ tan റൂട്ട് എക്സും റൂട്ട് എക്സും എല്ലാം വരുന്നത് ഓപ്ഷൻ എയ്ക്കകത്താണ്. ഓപ്ഷൻ സിക്കകത്ത് 2 ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇൻവേഴ്സ് സിംപ്ലസ്റ്റ് ഫോമിലാക്കി ചെയ്യുന്നതാണ്. 1 + x/2 1 + x/2 1 + x/2 എന്നുള്ളത് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നമുക്കറിയാവുന്ന ഇക്വേഷൻ നമുക്കറിയാം. 1 + cos 2θ അറിയാം. നമുക്ക് 2 cos square θ. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ cos 2θയുടെ ഇക്വേഷൻ എഴുതിയതാ. cos 2θ എന്ന് പറഞ്ഞാൽ 2 cos square θ - 1. അതിൽ നിന്ന് 1 + cos 2θ. ഇപ്പം നോക്കി, ഇവിടെ 1 + cos 2θ മോഡലിലാണ് കിടക്കുന്നത്. അപ്പോൾ എക്സിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു cos 2θ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ y നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 + cos 2θ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 + cos 2θ എന്ന് പറയുന്നത് 2 cos square θ ആണ് ബൈ 2. ഓക്കെ, 2 ഉം 2 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് cos square θ എന്ന് പറയുമ്പോൾ cos θ എന്ന് വരും. ഇനി ഇതിനു മുമ്പ് പല പ്രോബ്ലത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ വരണം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ വരണം. സൈൻ ഇൻവേഴ്സ് കോസ് തീറ്റ വരുവാണെങ്കിൽ നമ്മളതിന് വീണ്ടും ഒരു റിഡക്ഷൻ ഫോർമുല, അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ, ആ റിഡക്ഷൻ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് π/2 മൈനസ് തീറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്താണെന്ന് നോക്കുക. നമ്മൾ തീറ്റ അല്ല, എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എക്സിന് കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ cos 2θ എന്നുള്ളത്. സോറി, അവിടെ ഒന്ന് സ്റ്റക്ക് ആയതാണ്. ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത് cos 2θ. എക്സ് cos 2θ ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ തീറ്റ എഴുതുന്ന ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് cos 2θ ആണെങ്കിൽ 2θ ആണ് നമ്മുടെ cos ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. എക്സ് cos 2θ ആണെങ്കിൽ 2θ cos ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ cos ഇൻവേഴ്സ് x/2 ഓർ 1/2 cos ഇൻവേഴ്സ് എക്സ്. ഇത് തെറ്റിക്കരുത്. എക്സ് cos 2θ ആണെങ്കിൽ 2θ ഇസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് എക്സ്, തീറ്റ ഇസ് ഈക്വൽ ടു 1/2 cos ഇൻവേഴ്സ് എക്സ്. ഈ തീറ്റയുടെ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ π/2 മൈനസ് 1/2 cos ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്കിനി ഡെറിവേറ്റീവ് എടുക്കാം. dy/dx ഇസ് ഈക്വൽ ടു, ഓക്കെ, π/2ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് 0 മൈനസ് 1/2 ഇൻറ്റു cos ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 മൈനസ് x². സോ ഫൈനൽ ആൻസർ നമുക്ക് മൈനസ് പ്ലസ് വരും, 1/2 ഇൻറ്റു √1 മൈനസ് x² വരും ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ 4 ABCD ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ആൻസർ 1/2 ഇൻറ്റു √1 മൈനസ് x². സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിയിലെയാണ്.
നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 3യിൽ കണ്ടിന്യൂസ് ആണെന്നെങ്കിൽ കെയുടെ വാല്യൂ കാണാൻ നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു 3യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 3യുടെ ആൻസറും സെയിം ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 3യുടെ ആൻസറും സെയിം ആയിരിക്കും. സോ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നോട്ട് ഈക്വൽ ടു 3 ബട്ട് ടെൻഡിങ് ടു 3. അപ്പം നോട്ട് ഈക്വൽ ടു 3 എന്നുള്ളതായിരിക്കണം നമ്മൾ അവിടെ എടുക്കേണ്ട ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഓക്കെ, ഇതിൻ്റെ ആൻസറും നമുക്ക് ഒറ്റ സ്റ്റെപ്പിലങ്ങ് എഴുതി പോകാവുന്നതേ ഉള്ളൂ. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഫംഗ്ഷൻ, അത് കെ ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ +1 നമ്മൾ പഠിക്കുന്നുണ്ട് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാൽ നമ്മൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6നെ നമ്മൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യും. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് മൈനസ് 6ഉം സം -1ഉം വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ പ്രോഡക്റ്റ് -6ഉം സം -1ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? -6 പ്രോഡക്റ്റ് കിട്ടണം, സമ്മ് -1ഉം വരണം. ഓക്കെ, പ്രോഡക്റ്റ് 6 കിട്ടുന്നത് 3ഉം 2 ആണ്. അപ്പോൾ -3ഉം +2 ആണ് പ്രോഡക്റ്റ് -6ഉം സം +2ഉം വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 വരും ബൈ എക്സ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, ഇത് രണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. സോ ബാലൻസ് കിട്ടുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 2 എന്ന് വരും ഇസ് ഈക്വൽ ടു 5. ഇവിടെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഈ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്താണ് ഡയറക്റ്റായിട്ട് 3 കൊടുക്കാഞ്ഞേ? ഡയറക്റ്റ് 3 കൊടുക്കുമ്പോൾ 3 - 3 ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 3 കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഫാക്ടേഴ്സ് ഡിനോമിനേറ്റർ 0 ആവുന്നില്ല, സിമ്പിൾ ഫ്രാക്ഷനാണ് വന്നത്, ഫ്രാക്ഷൻ അല്ല, എക്സ് പ്ലസ് 2 എന്നേ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന് 3 കൊടുത്താൽ 3 + 2 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. സോ കെയുടെ ആൻസർ 5 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.